നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. CPM-നെ വെല്ലുവിളിച്ച് അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ജി സുധാകരന് പിന്തുണ നൽകാൻ കോൺഗ്രസ് തീരുമാനം. എച്ച് സലാമാണ് അമ്പലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി. CPM, CPI പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനാൽ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള തത്രപ്പാടിലാണ് കോൺഗ്രസ്. തിങ്കളാഴ്ച പുറത്തുവിടുന്ന ആദ്യ പട്ടികയിൽ 40-ലധികം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ഇതുവരെ 36 സീറ്റുകളിലാണ് ഒറ്റ പേരിലേക്ക് എത്തിയിട്ടുള്ളത്. ബുധനാഴ്ചയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാനാണ് ശ്രമം. അതൃപ്തിയിലുള്ള കെ സുധാകരനുമായി ഹൈക്കമാൻഡ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും വിവരമുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗം ഇന്ന് നടക്കുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് തങ്ങൾ ചൊവ്വാഴ്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ തുടർ ഭരണമെന്ന ആത്മവിശ്വാസത്തിൽ CPM-ഉം CPI-യും പ്രചാരണ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. പ്രധാന നേതാക്കളെയും സുപരിചിത മുഖങ്ങളെയും അതേപടി നിലനിർത്തുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ പട്ടിക. മുഖ്യമന്ത്രിയും 9 മന്ത്രിമാരും ഭൂരിഭാഗം സിറ്റിംഗ് MLA-മാരും അടക്കം പ്രമുഖരുടെ വലിയ നിര തന്നെ മത്സരരംഗത്തുണ്ട്. പാലക്കാട് അടക്കം 5 മണ്ഡലങ്ങൾ CPM പൊതു സ്വതന്ത്രർക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണ്. NDAയിൽ 95% സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചെന്നും തർക്കങ്ങളില്ലാതെ ഉടൻ പ്രഖ്യാപനമുണ്ടാകുമെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുണ്ട്. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പാർട്ടി വിട്ട അടൂരിലെ കോൺഗ്രസ് നേതാവ് ബാബു ദിവാകരനെ NDAയുടെ ഭാഗമായ 2020 കുന്നത്തുനാടിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. മാങ്ങ മാറി ഇത്തവണ 2020യുടെ ചിഹ്നം ചക്കയാണ്. കേരളത്തിന് പുറമെ ഏപ്രിൽ 9-ന് അസമിലും പുതുച്ചേരിയിലും വോട്ടെടുപ്പ് നടക്കും. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ദേശീയ വാർത്തയിലേക്ക്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടൻ വിജയിയെയും തമിഴക വെട്രിക്കഴകത്തെയും പാളയത്തിലെത്തിക്കാനുള്ള BJPയുടെ നീക്കം പാളി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരുമായും സഖ്യത്തിനില്ലെന്നും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനമെന്നും TVK ജനറൽ സെക്രട്ടറി CTR നിർമ്മൽകുമാർ വ്യക്തമാക്കി. ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ വഴി NDA പാളയത്തിലെത്തിക്കാൻ BJP ശ്രമം തുടരുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് TVK നിലപാട് വ്യക്തമാക്കുന്നത്. 80 സീറ്റും ഉപമുഖ്യമന്ത്രി പദവും TVKയ്ക്ക് NDA വാഗ്ദാനം ചെയ്തതായി കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനു പുറമെ കരൂർ ദുരന്തത്തിലെ CBI കേസും ജനനായകൻ സിനിമയുടെ സെൻസർ കുരുക്കും TVK നേതാവ് വിജയിയെ സമ്മർദ്ദത്തിലാക്കാൻ BJP നേതൃത്വം ഉപയോഗിക്കുന്നതായും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് TVK നിലപാട് വ്യക്തമാക്കുന്നത്. DMKയുടെ വോട്ട് ബാങ്കിനെ തകർക്കാൻ യുവാക്കളുടെയും ആരാധകരുടെയും വലിയൊരു നിര ഒപ്പമുള്ള വിജയിയുടെ പിന്തുണ അനിവാര്യമാണെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. എന്നാൽ BJPയുമായി സഖ്യമുണ്ടാക്കിയാൽ തൻ്റെ സെക്യുലർ സോഷ്യൽ ജസ്റ്റിസ് എന്ന പാർട്ടി നയത്തിന് അത് തിരിച്ചടിയാണെന്ന് വിജയ്ക്ക് ആശങ്കയുണ്ട്. BJPയെ തൻ്റെ പ്രത്യയശാസ്ത്ര ശത്രുവെന്നും DMKയെ രാഷ്ട്രീയ എതിരാളിയെന്നുമാണ് വിജയ് ആവർത്തിച്ച് വിശേഷിപ്പിക്കുന്നത്. BJPയുമായോ DMKയുമായോ സഖ്യമുണ്ടാക്കിയാൽ തൻ്റെ രാഷ്ട്രീയ വിശ്വാസ്യതയെ അത് ബാധിക്കുമെന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. എങ്കിലും ഭരണവിരുദ്ധ വോട്ടുകൾ ഏകോപിപ്പിക്കാൻ ഒരു സഖ്യം ആവശ്യമാണെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട്. ഇവിടെയാണ് പവൻ കല്യാണിൻ്റെ നയതന്ത്രം പ്രസക്തമാകുന്നത്. ഏപ്രിൽ 23-നാണ് തമിഴ്നാട് ബൂത്തിലേക്ക് എത്തുക. പവൻ കല്യാണിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന തിരക്കിട്ട നീക്കങ്ങൾ വിജയിയെ NDA പാളയത്തിലെത്തിക്കുമോ, അതോ വിജയ് ഒറ്റയ്ക്ക് പോരാടി മൂന്നാം മുന്നണിക്ക് നേതൃത്വം നൽകുമോ? സർവം നാടകീയമായ തമിഴക രാഷ്ട്രീയത്തിൽ ഇനിയും സസ്പെൻസ് ബാക്കിയാവുകയാണ്. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്ത പരിശോധിക്കാം. പശ്ചിമേഷ്യയിൽ നിന്ന് ആശങ്കാജനകമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നായ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായിരിക്കുന്നു. US ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ UAEയുടെ മണ്ണിലേക്കും വ്യാപിക്കുകയാണ്. ദുബായ് അടക്കം 4 വിമാനത്താവളങ്ങൾ ആക്രമിച്ചതായി IRGC അവകാശപ്പെട്ടിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെയാണ് ദുബായ് എയർപോർട്ടിൻ്റെ റൺവേക്ക് സമീപം ഡ്രോണുകൾ പതിച്ചതും തുടർന്ന് വലിയ തീപിടുത്തമുണ്ടായതും. ഇതിനെ തുടർന്ന് ദുബായിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. 100 കണക്കിന് വിമാനങ്ങൾ വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടതോടെ 10,000-കണക്കിന് യാത്രക്കാരാണ് വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. UAE ഭരണകൂടം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കിയതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദുബായ് ലക്ഷ്യമിടുന്നത്? ഇറാൻ്റെ ഖാർഗ് ദ്വീപിന് നേരെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ഈ നീക്കമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രാദേശികമായ തർക്കങ്ങൾക്കപ്പുറം ആഗോള ബിസിനസ് ഹബായ ദുബായെ ആക്രമിക്കുന്നതിലൂടെ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ മുട്ടുകുത്തിക്കാനാണ് ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നത്. ഇതുവരെ യുദ്ധത്തിൽ നേരിട്ട് ഭാഗമല്ലാതിരുന്ന UAE ഇപ്പോൾ വലിയൊരു സുരക്ഷാ ഭീഷണി നേരിടുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നെഞ്ചിടിപ്പേറ്റുന്ന വാർത്തയാണ്. UAEയിൽ ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് പ്രവാസികളിൽ വലിയൊരു ഭാഗവും മലയാളികളാണ്. അവരുടെ സുരക്ഷയെക്കുറിച്ച് നാട്ടിലെ കുടുംബങ്ങൾ ആശങ്കയിലാണ്.
വിമാന സർവീസുകൾ മുടങ്ങിയത് വിദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് വരാനും അടിയന്തര യാത്രകൾക്കും വലിയ തടസ്സമായിരിക്കുന്നു. നിലവിൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നാണ് UAE അധികൃതർ അറിയിക്കുന്നത്. എങ്കിലും സാഹചര്യങ്ങൾ പ്രതികൂലമാണ്. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ അതിൻ്റെ ചലനങ്ങളുണ്ടായി. എണ്ണവില ബാരലിന് $120 മുകളിലേക്ക് കുതിക്കുകയാണ്. ഇന്ധന വിതരണം തടസ്സപ്പെടുമെന്ന പേടിയിൽ ലോകവിപണികൾ തകർന്ന നിലയിലുമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്രോൾ ഡീസൽ വില വർധനവിനും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകുന്നുണ്ട്. ദുബായ് പോലുള്ള ഒരു ആഗോള വിതരണ ശൃംഖലയുടെ കേന്ദ്രം സ്തംഭിക്കുന്നത് ലോകത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടേക്കാമെന്ന ആശങ്കയുമുണ്ട്. ഇതിനിടെ ഇറാൻ അടച്ചിരിക്കുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ നാറ്റോ സഖ്യകക്ഷികളോടും ചൈനയോടും സഹായം അഭ്യർത്ഥിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുമുണ്ട്.